ആരെങ്കിലും പോയാൽ ഒരു മരണം കഴിഞ്ഞ അന്തരീക്ഷമാണ് ആശ്രമത്തിൽ പിന്നെ. കുറച്ചു നാളത്തേക്ക് ആർക്കും ഒന്നിനും ഒരു രുചിയുമില്ല. വിഭവങ്ങൾ ശേഷിക്കുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ നൃത്തവേദിയിൽ ഒത്തുകൂടി മുറുക്കി ചുവപ്പിക്കുന്ന പതിവുണ്ട്. അപ്പോഴാണ് തലേനാളത്തെ ഓർമ്മകളുടെ പേരിൽ പരസ്പരം കളിയാക്കലും ചിരിയും പതിവ്. രുക്മിണി ഒരു പൊട്ടിത്തെറിച്ച പെണ്ണാണ്. നന്നേ ചെറുപ്പം. ആശ്രമത്തിൽ വന്നിട്ട് ഒരു കൊല്ലം തികയാറായില്ല. ഭജന പഠിച്ചു, നൃത്തം പഠിച്ചു. തരക്കേടില്ലാത്ത ശബ്ദവും ശരീരവുമാണ്. കൂസലില്ലാത്ത പ്രകൃതി. ആശ്രമജീവിതത്തിൽ ഒതുങ്ങി നിൽക്കാൻ തുടക്കം മുതൽ അവൾ നന്നേ പ്രയാസപ്പെട്ടു. അവൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രധാന കാര്യം മീരാ മുത്തശ്ശിയുടെ ആത്മീക പാഠങ്ങളായിരുന്നു. മുത്തശ്ശിയോട് എന്തോ വെറുപ്പുള്ളതുപോലെയാണ് തുടക്കം മുതലേ അവൾ പെരുമാറിയത്. മുത്തശ്ശി നേർത്ത കൂനുമായി നടക്കുമ്പോൾ അവൾ തെന്നിമാറി. ഒന്നിലേറെ പ്രാവശ്യം പ്രമീള ബഹൻ രഹസ്യമായി ചോദിച്ചിട്ടുണ്ട്, മീരാ മുത്തശ്ശിയോട് അല്പം കൂടി സ്നേഹം വേണ്ടേ മകളെ? മുത്തശ്ശിയെപ്പോലെയാകാൻ ഞാനില്ല എന്നായിരുന്നു മറുപടി. അങ്ങനെ പറയരുത്, ഭഗവാൻ ശിക്ഷിക്കും. ഏത് ഭഗവാൻ ചെറിയമ്മേ? കൃഷ്ണഭഗവാൻ തന്നെ. എന്താണ് സംശയം? ചോദിച്ചു എന്നേ ഉള്ളൂ. ഭഗവാനെപ്പറ്റി ഒരിക്കലും സംശയം തോന്നരുത്. ഇല്ല, സംശയമില്ല. അത് പറയുമ്പോൾ അവളുടെ നുണക്കുഴികളിലെ കുസൃതിച്ചിരി പ്രമീള ബഹന് ചിന്താഭാരമായി. മറ്റു കേന്ദ്രങ്ങളിൽ, എന്തിന് നേരെ എതിരിലെ വീട്ടിൽ പോലും ഭഗവാനെ ധിക്കരിച്ചുകൊണ്ടുള്ള രീതികൾ നിലവിൽ വന്നതിനെപ്പറ്റി ചർച്ചയുണ്ടായപ്പോഴും അവൾ വലിയ ധാർമ്മിക രോഷമൊന്നും പ്രകടിപ്പിച്ചില്ല. ഭഗവാന്റെ കെട്ടുതാലി കഴുത്തിലുള്ള കഥ തന്നെ പലപ്പോഴും അവൾ മറന്നു. ആ കാര്യം ആരെങ്കിലും ഓർമ്മിപ്പിക്കണമായിരുന്നു. സന്ദർശകരായെത്തുന്ന ഭഗവാന്മാരിൽ ആരിലും പ്രത്യേക താൽപര്യം കാണിക്കരുതെന്നാണ് നിയമം. ആരായാലും എന്താണ്, എല്ലാം ഭഗവാൻ തന്നെ. ഭഗവാന്മാരെയെല്ലാം തനിക്ക് മാത്രമായി കിട്ടണമെന്ന മനോഭാവവും പാടില്ല. വരുന്നവരുടെ ഇഷ്ടമാണ് പ്രധാനം. ആരെയും നിരസിച്ചുകൂടാ, പാപമാണ്.